مما جنيت من العصيان والخطل أتيت بابك إذ لم ينجني حيلي كلي شفيعا إلى الرحمن من زللي فامنن علي بفضل الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم شاع الفساد وأنواع من الفتن والظلم بين الورى بالطعن والإحان لكن أقول لكل جاء يظلمني إني إذا مسني ضيم يروعني أقول يا سيد السادات يا سندي चली जिस तरफ से नबी की सवारी हजर ने शजर ने दी झुक कर सलामी चलो आओ मांगो नबी की गुलामी चलो आओ मांगो नबी की गुलामी यही मेरे मरना यही मेरे जीना मुहम्मद मुहम्मद मदीना मदीना اللهم صل وسلم وبارك عليه ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പണ്ഡിത വിശിഷ്ട ഏറ്റവും പ്രിയങ്കരായ കോയക്കാപ്പാട് ഉസ്താദ് ടീം അംഗങ്ങൾ ഏറെ ആദരവുള്ള ICF RSC മർക്കസ് ലത്തീഫിയ സഅദിയ അൽ-മഖർ തുടങ്ങിയ സ്ഥാപന സംഘടന പ്രവർത്തകർ സാരഥികൾ ഭാരവാഹികൾ ഏറ്റവും പ്രിയങ്കരായ സുഹൃത്തുക്കൾ കൂട്ടുകാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലൈലത്തുൽ മുബാറക എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അല്ലാഹു വിശേഷിപ്പിച്ച ഈ ദിവസം ഈ ഒത്തുകൂടിയത് വലിയൊരു പുണ്യമാക്കി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്ത് വസതിയിൽ ചെന്ന് നിന്നാൽ കൈപിടിക്കാൻ ഒന്ന് അപേക്ഷിച്ചാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെന്നാൽ പുഞ്ചിരി തൂകി മോനെ എന്ന് വിളിച്ച് അടുത്തു വിളിച്ച് നെറ്റിത്തടം ചുംബിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ശൈഖുനാ താജ് ശരിയ അലികുഞ്ഞി ഉസ്താദ് നവറല്ലാഹു മർഖദ അവരുടെ ആ പുണ്യം നിറഞ്ഞ ഖബറിൽ മറ്റൊരു പൊന്തൂവൽ പോലെ നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതോടൊപ്പം അവരുടെ ഹൃദയത്തിൽ ഒരു എളിയ സ്ഥാനമെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യകരമായ ഒരു ദിവസം, ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ടവരെ ജീവിച്ചാണ് ഇസ്ലാം പഠിപ്പിച്ചത്, പറഞ്ഞല്ല. ഈ നിൽക്കുന്നവരെ പോലെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നില്ല, ജീവിച്ച് ആദ്യന്തം ജീവിച്ച് ലീഡ് ബൈ ഹിംസെൽഫ് എന്ന് പറയും ആ ഒരു ജീവിതമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ. അല്ലാഹു ദറജകൾ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിച്ച് വലിയ പദവികൾ അലങ്കരിക്കാൻ സൗഭാഗ്യം കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, റജബ് വിടവാങ്ങിക്കഴിഞ്ഞു, റമദാൻ പടിവാതിൽക്കലുണ്ട്, ശഅബാൻ
മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂചിപ്പിച്ചത് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വആലിഹി, തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഇത്രയധികം നോമ്പ് ശ്രദ്ധയോടെ പഠിച്ചിരുന്ന മറ്റൊരു മാസമില്ല, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ذلك شهر يغفل الناس عنه. അത് ഒരു പ്രധാനപ്പെട്ട മാസമാണ്. പക്ഷേ يغفل الناس عنه, ജനങ്ങൾ ആ മാസത്തെ തൊട്ട് അശ്രദ്ധവാന്മാരായി അങ്ങ് നീക്കി കളയുകയാണ്. റജബ് കടന്നു വരുമ്പോ നമുക്ക് സൈറൻ മുഴങ്ങും പള്ളി മിനാരങ്ങളിലെല്ലാം, പള്ളി മിഹ്റാബുകളിലെല്ലാം اللهم بارك لنا في رجب وشعبان وبلغنا رمضان കേൾക്കുമ്പോൾ ഒരു ഉണർവ് വരും. ഈമാനിന്റെ തിരിതെളിച്ചം ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ മുന്നോട്ട് പോയി ശഅബാനെത്തുമ്പോഴേക്കും ഏറെ അസ്തമാന അവസ്ഥയിലായിരിക്കും. പിന്നെ റമദാനിൽ ഒരു പുനർജന്മമാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയോഗിച്ചത് ذلك شهر يغفل الناس عنه. അപ്പോൾ ജനങ്ങൾ അശ്രദ്ധയോടെ കാണുന്ന ഒരു മാസം കൂടുതൽ പകിട്ടാക്കുക എന്നത് പ്രധാനമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം പറയുന്നുണ്ട് ذلك الشهر يرفع الأعمال إلى الرب. അല്ലാഹുവിലേക്ക് അമലുകളൊക്കെ കണക്കെടുത്ത് ഉയർത്തി കൊണ്ടുപോകുന്ന മാസമാണ് ശഅബാൻ. എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരുമ്പോൾ ഇന്നി ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പൊങ്ങുന്നതാണ് എനിക്കിഷ്ടം എന്ന് സയ്യിദുനാ സല്ലല്ലാഹു അലൈഹി വആലിഹി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു മാസത്തിലാണ് ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ മുബാറക, ലൈലത്തുൽ ഇത്ഖി മിനൻ നാർ തുടങ്ങിയ അനേകം ഓമന പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദിവസം. ഈ ഒരു മാസം തന്നെ വളരെ പ്രധാനമാണ്. ഈ മാസം വിട പറഞ്ഞ കുറഞ്ഞ ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് മാത്രമേ പറയുന്നുള്ളൂ, സമയം ഒട്ടുമില്ല, അങ്ങേയറ്റം അതിക്രമിച്ചു എന്നറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലാമത്തെ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹാ വഫാത്തായത് ഈ ശഅബാനിലാണ്. അതുപോലെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ ഈ ലോകം വിട്ടു പോയത് ഈ ശഅബാൻ മാസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ 5 മക്കളുടെ ഖബർ സ്വയം അതിന് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്, ഖബറടക്കത്തിന്. അതാണ് ലോകത്തിന്റെ ജേതാവ് സയ്യിദുനാ സയ്യിദുൽ കായിനാത്ത് സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതിൽപ്പെട്ട ഒരു മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ വഫാത്തായത് ഈ ശഅബാനിലാണ്. അതുപോലെ തന്നെ മുഹാജിരീങ്ങൾ മക്കയിൽ നിന്നും കൊടിയ പീഡനങ്ങൾ സഹിക്കവയ്യാതെ മദീനത്തേക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രബോധന മേഖല മാറ്റിച്ചവിട്ടിയവരാണ് മുഹാജിരീങ്ങൾ. ആ മുഹാജിരീങ്ങളിൽ ആദ്യം വഫാത്താകുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അവர்களാണ്. അവർ വഫാത്തായത് ശഅബാനിലാണ്. അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും ഒക്കെ അറിയാം, മുതഅല്ലിം ജീവിതത്തിൽ ഇൽമിന്റെ സബരിയിൽ, വൈജ്ഞാനിക സബരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ് അൽഫിയത്തു ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അൽഫിയ നഹ്വില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. മുഹമ്മദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവர்கள் അൽഫിയുടെ രചയിതാവ്, മുസന്നിഫ്, ബഹുമാനപ്പെട്ട വഫാത്താകുന്നത് ഈ വിശുദ്ധ ശഅബാനിലാണ്. അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന് ശറഹ് എഴുതിയ ബഹുമാനപ്പെട്ട അൽ ഖതീബ് ശിർബീനി റളിയല്ലാഹു അൻഹു അവர்கள் മുഗ്നിൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് വഫാത്താകുന്നത് ഈ ശഅബാനിലാണ്.
അതുപോലെ തന്നെ സൂഫി ലോകത്തെ മുടിചൂടാമന്നൻ ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വഫാത്തായത് ശഅബാനിലാണ്. അതുപോലെ തന്നെ സമസ്തയുടെ നെടുനായകത്വം കയ്യിലെത്തി ഇത് തുടക്കം കുറിച്ചു തന്ന അസയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകൾ ഈ ലോകത്തോട് വിട ചൊല്ലിയത് ഈ ഒരു മാസമാണ്. അങ്ങനെ സദഖത്തുല്ലാഹ് ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു. ബഹുമാനപ്പെട്ടവര് ഉസ്താദിന്റെ ഉസ്താദ്, നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ് സദഖത്തുല്ലാഹ് ഉസ്താദ് വഫാത്താകുന്നത് ഈ ശഅബാനിലാണ്. നമുക്കൊക്കെ സുപരിചിതനായ, നമ്മുടെ കരളിന്റെ കഷ്ടമായ വലിയ സയ്യിദായിരുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ശൈഖുനാ ഉസ്താദ് അവറുകൾ പോലും വല്ലാതെ ആദരിച്ചിരുന്ന താഹിറുൽ അഹ്ദൽ തങ്ങൾ, നമ്മുടെ മുഹിമ്മാത്തിന്റെ സാരഥി ബഹുമാനപ്പെട്ട തങ്ങളും ഈ ലോകത്തു നിന്നും വിട ചൊല്ലിയത് ശഅബാൻ മാസത്തിലാണ്. ഈ വലിയ താരനിരയിലേക്ക് കടന്നു വരികയാണ് താജുശ് ശരീഅ. അത് ജനങ്ങൾ കൊടുത്ത പേരാണ്, അത് നാട് കൊടുത്ത പേരാണ്, അത് ആലിമീങ്ങൾ പതിച്ചു നൽകിയ പേരാണ്. ഉസ്താദ് അവർക്ക് അള്ളാഹു കൊടുത്തൊരു പേരുണ്ട്, ആലിക്കുഞ്ഞി. വിനീതമായ പേര് താജുശ് ശരീഅ. ആലിക്കുഞ്ഞി ഉസ്താദ് അവர்கள் ഈ ലോകത്തോട് വിട പറഞ്ഞത് ശഅബാനിലാണ്. ഈ വലിയ താരനിരയുടെ ആ ഇടയിൽ നമുക്ക് ആ പേര് ധൈര്യപൂർവ്വം വെക്കാം, സംശയവും ഇല്ല. ബഹുമാനപ്പെട്ടവരുടെ ആ മദദ്, ആ നസ്ർ, ആ ഹിമായത്ത്, ഹിഫ്ദ്, നോട്ടം, തർബിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിരുന്നു 1900. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കൂടുതൽ വിശദീകരിക്കാൻ നേരമില്ല. 1935 ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ് ഈ ലോകത്തേക്ക് പൂജാതരാകുന്നത്. 1935 ഏപ്രിൽ മാസത്തിലാണ് ബഹുമാനപ്പെട്ടവര് ജനിച്ചു. മുതഅല്ലിമായി ജീവിച്ചത് 15 കൊല്ലമാണ്. 15 കൊല്ലം മുതഅല്ലിമായി തന്നെ ജീവിച്ചു. ബഹുവന്യരായ ഉലമാക്കൾ, സൂഫിയാക്കൾ, അഖ്താബുൽ അർബഅ അടക്കമുള്ള ബഹുവന്യരായ പൂർവസൂരികളെല്ലാം അവർ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഇൽമിന്റെ തലവിലായിരുന്നു. അതിങ്ങനെ തേടി അലഞ്ഞ് തിരിഞ്ഞ് വർഷങ്ങളൊക്കെ കടന്നുപോയവർ അറിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ് 15 കൊല്ലം മുതഅല്ലിം ജീവിതം നയിച്ചു. 5ാം ക്ലാസ് വരെയാണ് സ്കൂളിൽ പഠിച്ചത്. സ്കൂളില് ഒരു പഠിപ്പിച്ച ആള് തന്നെ ഉസ്താദാണ്, മൂപ്പരെന്നെയാണ് ഖുർആനും പഠിപ്പിച്ചത്. അങ്ങനെ 10 വയസ്സ് കഴിയുമ്പോഴേക്കും ദർസ് പഠനം 1945 ഏതാണ്ട് 45 ദർസ് പഠനം ആരംഭിച്ചു. ആ പഠനം എന്നത് വലിയ അത്ഭുതങ്ങളുടെ നാന്ദിയായിരുന്നു. ആ പഠന തുടക്കം എന്നത് വലിയ തണൽ വൃക്ഷത്തിന്റെ മുളപൊട്ടലായിരുന്നു. അത് ലോകം കണ്ടു, കേരളം അനുഭവിച്ചു. ആലിമീങ്ങൾ അടിവരയിട്ട് അത് ശരിവെക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. 10ാം വയസ്സിൽ ദർസ് ജീവിതം തുടങ്ങി. അങ്ങനെ പരിസരങ്ങളിലൊക്കെ പഠിച്ച് ഉപരിപഠനത്തിന് ഏകീകൃതനായ എന്റെ നാടിന്റെ തൊട്ടടുത്ത് തളിപ്പറമ്പും മന്നക്കുള്ള ഖുവ്വത്തുൽ ഇസ്ലാമിലേക്ക് ചെന്നു. അന്നവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവர்களാണ് പ്രധാന മുദരിസ്. അവിടെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, പി.എ. ഉസ്താദ് പണ്ടത്തെ കാഞ്ഞങ്ങാട് ഖാദി, പി.എ. ഉസ്താദ് മട്ടന്നൂര് നവ്വറല്ലാഹു മർഖദ തുടങ്ങിയ പ്രമുഖരായ ശിഷ്യഗണങ്ങളാണ്, മുതഅല്ലിമീങ്ങളാണ് അവിടെ ഓതുന്നത്. അവിടെ ഓതി എല്ലാം ശരിയായി എല്ലാ പൊരുത്തവും വാങ്ങി ബഹുമാനപ്പെട്ട സി.എം.ഓരും അതുപോലെ തന്നെ ഇ.കെ. ഹസൻ ഉസ്താദൊക്കെയാണ് കാര്യമായി കിതാബുകൾ ഓതിക്കൊടുത്തത്. അതൊക്കെ വലിയ ഭാഗ്യമാണ്. സി.എം. ഉസ്താദിന്റെ ശിഷ്യനാവുക എന്ന വലിയ ഭാഗ്യം അത് ജീവിതാന്ത്യം വരെയും ഇപ്പോഴും ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകണം. അല്ലാഹു ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നും വന്ന് 1952 ഏകദേശം ഞാൻ അന്വേഷിച്ചിടത്തോളം അങ്ങനെയാണ് കിട്ടുന്നത്. 1952 കാലഘട്ടത്തിലാണ് നാട്ടിന്റെ അടുത്ത് തന്നെ ഒരു പള്ളിയിൽ ഖതീബായി ജോലി ഏറ്റെടുക്കുന്നത്. അങ്ങനെ ജോലി തുടങ്ങുമ്പോൾ തന്നെയും തൊട്ടടുത്ത് കിതാബ് ഓതാൻ പോയി. പയ്യവളിയെ മുഹമ്മദ് ഹാജി മുസ്ലിയാർ നവറല്ലാഹു മർഖദ അവരുടെ ദർസിൽ ഖതീബായിരിക്കെ
ഖതീബ് ജോലിയാണ്, അപ്പോഴും ദർസിൽ പോയി ഓതുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പൂർവ്വസൂരികളൊക്കെ ഇങ്ങനെയായിരുന്നു. ഇൽമു തേടി ഏത് കാലവും ഏതു നേരവും ഏതു പ്രായവും അവർക്കൊരു വിഘ്നമോ വിഘാതമോ തടസ്സമോ അല്ല. അവര് അതിനു വേണ്ടി അലഞ്ഞു. ഖതീബായി ജോലി നോക്കുകയും സമയത്ത് തന്നെ പൈവളിയെ മുഹമ്മദ് അലി മുസ്ലിയാർ അവരുടെ ദർസിൽ ദിനീ പഠിക്കാൻ പോവാണ്. അവര് ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് വരും, ബാക്കിയുള്ള സമയത്ത് തൊട്ടടുത്ത ദർസിൽ പോയി പഠിക്കും. അതിനാണ് എന്താ ചെയ്തതെന്നറിയോ? ഒരിക്കലും ഒരു സാധാരണ മുതഅല്ലിമിന്റെ ആലിമിന്റെ ഉസ്താദിന്റെ മുസ്ലിയാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു സംഭവമാണ് നടക്കുന്നത്. അതിനിടെ ജോലി മതിയാക്കി, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജോലി മതിയാക്കിയിട്ട് പഠിക്കാൻ പോവാണ്. ജോലി മതിയാക്കി പരപ്പനങ്ങാടിയിലേക്ക് വണ്ടി കയറുന്നു. പരപ്പനങ്ങാടിയിൽ ദർസ് നടത്തുന്നത് കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വലിയ വിജിഗീഷുവായ പണ്ഡിതർ, വലിയ പർവ്വത സമാനരായ പണ്ഡിതർ, സാഗര സമാനമായ ഇൽമിന്റെ ഉടയവർ ബഹുമാനപ്പെട്ടവരടുത്തേക്ക് ചെന്നു. എന്തിന്? ഒരു രസത്തിന് ഒരു 6 മാസം ഓതി ബറക്കത്തെടുത്ത് തിരിച്ചു വരാനല്ല, ഒരു 6 മാസം ഓതി ബറക്കത്തെടുത്ത് തിരിച്ചു വരാനല്ല. നീണ്ട 7 കൊല്ലമാണ് അവിടെ ഓതിയത്. നീണ്ട 7 കൊല്ലം, നീണ്ട 7 വർഷം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവരുടെ അടുത്ത്, കോട്ടുമല ഉസ്താദിന്റെ അടുത്ത് 7 വർഷം അവിടെ ഓതി. അത് കഴിഞ്ഞിട്ടാണ് ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന 1952 ഖതീബായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ നിർത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ പോയി. എന്നിട്ട് നേരെ ചെല്ലുന്നത് കോട്ടുമൽ ഉസ്താദിന്റെ അടുത്ത്. ദീർഘമായ കാലം അവിടെ ഓതിയിട്ട് പിന്നെ ദൈവത്തിലേക്ക് പോവാണ്. അതിൽ ദൗറത്തുൽ ഹദീസിൽ പ്രത്യേകം ഫോക്കസ് ചെയ്ത് അവിടുന്ന് തഖസ്സുസ് പൂർത്തിയാക്കി. അവിടെ പ്രധാനമായും ഉണ്ടായിരുന്ന ഉസ്താദ് ഖതീബുൽ ഹിന്ദ് ഖാരി തയ്യിബ് ഹസറത്ത് അവരുകളായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നും ധാരാളം അലൂമുകൾ സ്വായത്തമാക്കി എല്ലാം നേടിയെടുത്തിട്ടാണ് ബഹുമാനപ്പെട്ടവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന് സാധാരണ രൂപത്തിൽ ദർസൊക്കെ തുടങ്ങി. അങ്ങനെ തുടങ്ങുമ്പോഴേക്ക് തന്നെ ബഹുമാനപ്പെട്ട സമസ്തയിൽ നിന്നും വിളി വന്നു. മുഷാവറയിലേക്ക് കാസർഗോഡ് അങ്ങ് അറ്റത്ത് തിളങ്ങി നിൽക്കുന്ന യുവാവിനെ വിളിക്കുന്നു. സമസ്തയുടെ കേന്ദ്ര ടീമിലേക്കാണ്, അംഗത്തിലേക്കാണ് ചേർക്കുന്നത്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അന്ന് 1965 ബഹുമാനപ്പെട്ടവരുടെ വയസ്സ് 30 വയസ്സ്. 30 വയസ്സ് മാത്രം പ്രായമുള്ള ആള് ചെന്നിരിക്കുന്നത് ആരുടെയൊക്കെ ഇടയിലാണ്? അന്നത്തെ ഉലമാക്കളുടെ കനവും കട്ടിയും അവരുടെ മഹാത്മ്യവും വൈശിഷ്ട്യവും പറഞ്ഞാൽ തീരുമോ? എത്ര പർവ്വത സമാനരായ പണ്ഡിതരുടെ ഇടയിലാണ് 30 വയസ്സ് മാത്രമുള്ള നമ്മുടെ അലിക്കുഞ്ഞു ഉസ്താദ് പോയിരിക്കുന്നത്. 30 വയസ്സാണ്. ഷാവറയിൽ കയറുമ്പോൾ പ്രായം 965 ശൈഖുനാ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നീട്ടി നൽകട്ടെ. അനുഗ്രഹീതമായ ജീവിതം നമ്മൾ ഓരോ പാപങ്ങൾക്കും അല്ലാഹു നീട്ടി നൽകട്ടെ. സുൽത്താനുൽ ഉലമാ ഉസ്താദ് 1972 മുഷാവറയിൽ അംഗമാകുന്നത്. 1972 ഉസ്താദ് മുഷാവറയിൽ കയറുന്നത്. അതിന് 7 വർഷം മുമ്പാണ് ശൈഖുനാ അൽ-ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് മുഷാവറയിൽ കയറുന്നത്. 7 കൊല്ലം ഉസ്താദ് തന്നെ പലരോട് പറയാറുണ്ട്, ഉസ്താദ് കയറുന്നതിനും 5-6 കൊല്ലം മുമ്പാണ് ഞാൻ മുഷാവറയിൽ കയറിയത്. സുബ്ഹാനല്ലാഹ്. അത് എന്തിനാ പറയുന്നത്? അതിന് മുമ്പേ കയറിയത് പറയാനല്ല, അതിന് ശേഷമുള്ളത് പറയാൻ വേണ്ടിയാ. അപ്പൊ എനിക്ക് അതിന് മുമ്പേ മുഷാവറയിൽ കയറി പരിചയമുണ്ട്, എല്ലാം എനിക്കറിയാം. പക്ഷേ സുൽത്താനുൽ ഉലമ കടന്നു വന്നതോടുകൂടി സമസ്തയുടെ രൂപവും ഭാവമൊക്കെ മാറി എന്ന് പറയാനാണ് അലിക്കുഞ്ഞി ഉസ്താദ് പറയാറുള്ളത്. അല്ലാതെ സ്വന്തം അതിന് മുമ്പേ കയറി എന്ന് നീക്കാനല്ല. സുബ്ഹാനല്ലാഹ്. 72 ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് മുഷാവറയിൽ കയറുന്നു. 89 ഹൈറായ രൂപത്തിൽ സമസ്ത പുനഃസംഘടിപ്പിക്കുന്നത്. 89 ഹൈറായ രൂപത്തിൽ സമസ്ത പുനഃസംഘടിപ്പിക്കുന്നു. അന്ന് അധ്യക്ഷം വഹിക്കേണ്ടത് ശൈഖുനാ സനദുന
താജുൽ ഉലമാ തങ്ങളവറുകളായിരുന്നു കണ്ണിയത്ത് ഉസ്താദിന്റെ ഭാവത്തിൽ. പക്ഷെ അന്ന് എന്തോ ആരുടെയോ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളല്ല അധ്യക്ഷൻ, വേറൊരാളാണ് അധ്യക്ഷൻ. അതിൽ തീരെ മനസ്സ് നൊന്ത ബഹുമാനപ്പെട്ട ശിറിയ ഉസ്താദുകൾ മെല്ലെ എല്ലായ്പ്പോഴും ഉള്ളതുപോലെ വിനയാന്വിതനായി തലയും താഴ്ത്തി ഇറങ്ങിയെന്ന് നടന്നു. സമസ്തയുടെ ഉഷാപ്രയോഗത്തിൽ നിന്ന് ആദ്യം തലയും താഴ്ത്തി വിനയാന്വിതനായി ഇറങ്ങി നടക്കുന്നത് ശൈഖുനാ താജുൽ ശരീഅ ഉസ്താദുകളാണ്. അതിനുശേഷമാണ് ഉള്ളാളത്തപ്പാപ്പ ഇറങ്ങുന്നത്, അതിനുശേഷമാണ് സുൽത്താനുൽ ഉലമ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി 89 സമസ്ത പുനഃസംഘടിപ്പിച്ച് എല്ലാ അർത്ഥത്തിലും സുസംഘടിതമായ രൂപം വരുമ്പോ അപ്പോഴേക്കും ബഹുമാനപ്പെട്ട അരിക്കുഞ്ഞി ഉസ്താദ് 25 കൊല്ലം സമസ്തയിൽ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. 25 കൊല്ലം, 25 കൊല്ലത്തിലേറെ ബഹുമാനപ്പെട്ടവര് അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. അവർ 2.5 പതിറ്റാണ്ട് സമസ്തയുടെ കൂടെ നിന്ന് പരിചയമുള്ള ബഹുമാനപ്പെട്ട ശിറിയ ഉസ്താദ് ഇറങ്ങി വരുമ്പോൾ അതൊരു ഇറക്കം തന്നെയാണ്. സാധാരണ ഒരു സ്വാഭാവികമായ ഒരു പ്രതിഭാസമായി കൂട്ടാൻ കഴിയില്ല. 25 ആണ്ടുകളുടെ പരിചയമുള്ള ബഹുമാനപ്പെട്ടവരാണ് ഇറങ്ങി വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, അവ 89 സമസ്ത പുനഃസംഘടിപ്പിച്ചപ്പോൾ അതിൽ വളരെ പ്രധാനിയായിരുന്നു താജുൽ ശരീഅ അരിക്കുഞ്ഞി ഉസ്താദ് അവറുകൾ. 7 പതിറ്റാണ്ട് നീണ്ട വിജ്ഞാന സബരിയെ നിർത്തുന്നത്. 7.5 പതിറ്റാണ്ട് 86 വയസ്സിൽ വഫാത്താകുമ്പോഴേക്കും 7.5 പതിറ്റാണ്ട് വൈജ്ഞാനിക സബരിയാർന്ന ജീവിതം ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞിരുന്നു. അതിനിടയിൽ എത്രയെത്ര വിശിഷ്ട കുസുമങ്ങൾ വിരിഞ്ഞു. ഔലിയാക്കൾ വരെ ശിഷ്യഗണങ്ങളായി വളർന്നു വന്നു. ഔലിയാക്കൾ വരെ ശിഷ്യഗണങ്ങളായി വളർന്നു വന്നു. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദഹു വറഫഅ ദറജതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവി നൽകട്ടെ. ബേക്കൽ ഉസ്താദ് അടക്കമുള്ള ഉന്നത ശീർഷരായ പണ്ഡിത ജ്യോതിസുകൾ ആ ദർസിലോതിയിട്ടല്ലേ വളർന്നു വന്നത്. അങ്ങനെ എത്രയെത്ര പണ്ഡിത കേസരികളാണ് ആ വലിയ ഫാക്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ബേക്കൽ ഉസ്താദ് അടക്കമുള്ള കാപ്പു വലിയുള്ള ഉപ്പാപ്പ അടക്കമുള്ള ധാരാളം ആരിഫീങ്ങളും ആലിമീങ്ങളും ആ ദർസിൽ നിന്നും വിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്താണ് ബഹുമാനപ്പെട്ടവർ തരുന്ന ഏറ്റവും വലിയ സന്ദേശം? ഏറ്റവും വലിയ സന്ദേശം എന്നത് അറിവ്. അത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തി എന്നതാണ്. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. അതും ഭയങ്കര മുഅക്കദായ സുന്നത്താണ്, ശ്രദ്ധയുള്ള സുന്നത്താണെന്ന് അറിയാത്തവര് ഈ കൂട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ഒരു ദിവസം മൊഴിയാതെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, മുഅക്കദായ സുന്നത്ത്, അതിന്റെ വാരിദായ സൂറത്തുകളൊക്കെ ഓതി എല്ലാ ദിവസവും നിസ്കരിക്കുന്നവർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ 100% ആളുകൾക്കും അറിയാമെങ്കിൽ കുറഞ്ഞ ശതമാനമെങ്കിലും കുറവ് കാണാം. അതിനർത്ഥം എന്താണ്? അറിവ് പ്രാവർത്തികമാക്കപ്പെടുന്നില്ല. നമ്മളിപ്പോ പ്രവാസ ലോകത്താണ്. ആകെയുള്ളത് എന്താ? ആകെയുള്ളത് ഈ പ്രവർത്തനങ്ങൾ, ഈ ഒത്തുകൂടൽ, ഇബാദത്തിലും കാര്യങ്ങളിലൊക്കെ ശക്തമായ സാന്നിധ്യം, ജീവിത ചിട്ട, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് റാഹത്തായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായും റൂമിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും തൊട്ടടുത്ത സഹമുറിയെ വിളിച്ചു നിർത്തി നമുക്ക് അറിവുള്ളതാണ്. ആ അറിവ് പ്രകടിപ്പിക്കുകയും ആ അറിവ് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ അറിവ് ഉപയോഗപ്പെടുത്തണം. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ശരീഅ ഉസ്താദ് അവറുകൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തരുന്ന ആശയം, സന്ദേശം. അറിവ് മുഴുവനും ജീവിതത്തിൽ പകർത്തി ആ അറിവ് പകർത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നത് എന്താണ്? മേലായ റബ്ബിനോടുള്ള സ്നേഹം. അങ്ങനെ തന്നെയാണ് ഉസ്താദ് അവർക്ക് പ്രയോഗിക്കുക. മേലായ റബ്ബിനോടുള്ള ബന്ധം, ആത്മീയമായ ബന്ധം. മുസ്തഫ ആരംഭക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്, ഇതെല്ലാം അറിയുന്നത് എന്തുകൊണ്ടാണ്? അറിവ് അങ്ങനെ
വസല്ലം തങ്ങളെ പലതവണ കണ്ടു, എത്രയോ തവണ കണ്ടു. കണ്ടതിനൊരു കണക്കുമില്ല. ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്രം പറയുന്നു ഇങ്ങനെ കണ്ടു എന്ന്. ഒരു തവണ കണ്ടപ്പോ എങ്ങനെയായിരുന്നു? 19-ാം വയസ്സിൽ കണ്ടു. 19-ാം വയസ്സിൽ കാണുന്ന സമയത്ത് എങ്ങനെയാ കണ്ടത്? വഴിയിലേ നടന്നു പോകുമ്പോ അപരിചിതനായ ഒരാൾ പറയുന്നു, അലികുഞ്ഞ്, നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണോ? നിങ്ങളെ വീട്ടിലേക്കല്ലേ സയ്യിദുൽ കായിനാത്ത്, സയ്യിദുൽ വജൂദ്, സയ്യിദുൽ ദിയാദം, സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് നിങ്ങൾ ഇങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. ഓടിച്ചെന്ന് വീട്ടിൽ ചെന്നു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റു. ഉമ്മയോട് ഹബീബ് അവர்கள் സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ഇതൊക്കെ സ്വപ്നം കാണുന്നത് വിശാലമായ സ്വപ്നമാണ്. എത്ര അസുലഭ ബോധമാണ്. മറ്റൊരു തവണ കാണുന്നത് കഅബ ശരീഫിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഇടപഴകുന്ന സമയമാണ്. മറ്റൊരു തവണ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട താലുശ്ശേരി അവർ പറയുന്നു, ഞാൻ മുഖത്തേക്ക് നോക്കിയില്ല, ചെരിപ്പടിക്കാരനാണ് നോക്കിയത്. മുഖത്തേക്ക് നോക്കാനുള്ള ശേഷി എനിക്കില്ല. ഇഷ്ക് ഇങ്ങനെ വരിഞ്ഞൊഴുകി ഈ ലോകത്തേക്ക് പരത്തി. കേൾക്കുന്നവരും കാണുന്നവരും അനുഭവിക്കുന്നവരുമെല്ലാം കണ്ണീരണിഞ്ഞ ജീവിതത്തെ പുൽകിയതാണ്. അതാണ് അശരാഫത്തിൽ എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലേക്ക് പകർത്തി ഓരോ നൂറിനായും ബഹുമാനപ്പെട്ടവര് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അറിവ് ജീവിതത്തിലേക്ക് പകർന്നു കിട്ടിയാൽ, പ്രയോഗവൽക്കരിക്കപ്പെട്ട് കിട്ടിയാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ്. അതുകൊണ്ടാണ് വടകര മുഹമ്മദാജി തങ്ങൾ അവരുകൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അലികുഞ്ഞ് ഉസ്താദ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് അവരുടെ സൽസ്വഭാവം കൊണ്ടാണ്. സൽസ്വഭാവത്തിന്റെ തീർത്താൽ തീരാത്ത, പറഞ്ഞാൽ കൊതി തീരാത്ത മകുടോദാഹരണമല്ലേ ബഹുമാനപ്പെട്ടവര്. ചിരിക്കാനും തലോടാനും ചുംബനമേകാനും സാന്ത്വനമേകാനും വിനയാന്വിതനായി ആരുടെ മുന്നിലും ചെറുതായി നിൽക്കാനും ഒക്കെ വല്ലാത്ത കഴിവുള്ളവരാണ് ഉസ്താദ് അവരുകൾ. ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ ഷൈഇൻ അഖ്ലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖി. സൽസ്വഭാവത്തെക്കാളും കനം തൂങ്ങുന്ന മറ്റൊന്നും ഈ ദുനിയാവിലില്ല. എവിടെ? ആഖിറത്തിലെ അമലുകൾ തൂക്കുന്ന നേരത്ത് സൽസ്വഭാവമാണ് ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം നന്നാവുക എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാന കടമ്പ. ഹൃദയം നന്നാവുമ്പോഴാണ് ഈ സൽസ്വഭാവം വരുന്നത്. ബഹുമാനപ്പെട്ടവര് എല്ലായ്പ്പോഴും അവര് ചെറുതാണ് എന്നല്ലാതെ സംസാരിച്ചിട്ടുണ്ടോ? ആ രൂപത്തിലല്ലാതെ ബഹുമാനപ്പെട്ടവർ ആളുകളുടെ മുന്നിൽ നിന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവര് അവരെക്കാളും പ്രായം കൂടിയ ആരെ കണ്ടാലും വലിയ വിശിഷ്ട പണ്ഡിതനാണ്. പക്ഷേ വലിയ പണ്ഡിതനൊന്നും അല്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ വയസ്സു കൂടിയ ഒരാൾ എതിരെ വരുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് കൈപിടിച്ച് ചുംബിച്ചിട്ട് പറയും, ഹദാ ഖൈറും മിന്നീ, ഹദാ ഖൈറും മിന്നീ അബദല്ലാഹ ഖബ്രി. ഈ എന്നെക്കാളും വയസ്സു കൂടിയവർ ആലിമല്ല, സാധാരണക്കാരനാണ്. പക്ഷേ ഹദാ ഖൈറും മിന്നീ, ഇയാൾ എന്നെക്കാളും എത്രയോ ശ്രേഷ്ഠവാനാണ്. അബദല്ലാഹ ഖബ്രി, എനിക്ക് മുന്നേ ഇബാദത്ത് ചെയ്ത് തുടങ്ങിയവരല്ലേ ഇത്. ഞാൻ നിസ്കരിച്ച നിസ്കാരത്തെക്കാളും ഇവർ നിസ്കരിച്ചില്ലേ? ഞാൻ കണ്ട റമദാനിനെക്കാളും ഇവരും കണ്ടില്ലേ? അതുകൊണ്ട് ഇവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠത.
ഈ വയസ്സ് കുറഞ്ഞ ഒരാളെ കണ്ടാലോ, ഒരു ചെറിയൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ടീനേജർ അല്ലെങ്കിൽ ഒരു യുവാവിനെ കണ്ടാൽ ബഹുമാനപ്പെട്ടവർ എന്താ പറയാ? അപ്പോഴും ഇതന്നെ ഈ എന്നെക്കാളും പ്രായം കുറഞ്ഞ ഇദ്ദേഹം എന്നെക്കാളും ഉത്തമനാണ്. എന്റെ ഇവര് ജീവിച്ചത് 20 കൊല്ലമാണ്, ഞാൻ ജീവിച്ചത് 40 കൊല്ലമാണ്. ആ 20 കൊല്ലത്തിൽ ഇവര് ചെയ്ത കുറ്റത്തെക്കാളും കൂടുതൽ ഞാൻ എന്റെ 40 വർഷത്തിനിടയിൽ കുറ്റം ചെയ്തു പോയി, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇവരാണ് ഏറ്റവും ഉത്തമർ. ഇതാണ് ബഹുമാനപ്പെട്ട ശിരീഅ് ഉസ്താദിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എത്ര വലിയ നേട്ടങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ബഹുമാനപ്പെട്ടവരെന്നും വിനയാന്വിതനാണ്, എന്നും വിനയാന്വിതൻ. ഒക്കെ വലിയ പാഠമാണ്. ഹൃദയം ശുദ്ധിയാകുമ്പോ, ഹൃദയം കഴുകി തുടച്ച് വൃത്തിയാകുമ്പോ തീർച്ചയായും ഈ സ്വഭാവം കടന്നു വരും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അസ്ഹാബിനെ നിർത്തുകയാണ്. സ്വഹാബത്ത്, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് നമുക്കറിയില്ലേ? ജീവിതകാലത്തു തന്നെ അബൂബക്കറിൻ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്നിങ്ങനെ അക്കമിട്ട് പേര് വിളിച്ച് പറഞ്ഞു റളിയല്ലാഹു അൻഹും വറദു അൻഹു. എല്ലാവരുടെയും പേര് വിളിച്ച് സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആരാ പറയുന്നത്? സാദിഖുൽ മസ്ദൂഖ് ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. പക്ഷേ അവര് ഒരു ദിവസം പോലും സേഫ് സോണിൽ നിന്നുകൊണ്ട് അവർ ജീവിച്ചിട്ടില്ല. ഒരു ദിവസം ജീവിക്കണമല്ലോ, ഞാൻ എന്തായാലും സ്വർഗ്ഗത്തിലാണ് എന്ന രൂപത്തിൽ ഒരു ദിവസം പോലും അവർ ജീവിച്ചിട്ടില്ല. വൈക്കം കിടക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ പറഞ്ഞത്, അബൂ ലുഅലുഅത്തിന്റെ വിഷമൂട്ടിയ ഇരുതലമൂർച്ചയുള്ള വാളിന്റെ കുത്തേറ്റ് ശരീരം നീലിച്ച് വിവർണമായി കിടക്കുന്ന സമയത്തല്ലേ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കുന്നത്. യാ ഹുദൈഫ സാഹിബുസ് സിർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് എന്താ ചോദിക്കുന്നത്? ഹുദൈഫ, മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം, ആ ലിസ്റ്റ് ഒന്ന് വായിക്കാമോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാണ് ഇപ്പൊ യുദ്ധം ചെയ്യാനാണോ? ഈ വിശ്വാസത്തിൽ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, അവസാന ഘട്ടത്തിൽ കിടക്കുമ്പോൾ എന്തിനാണത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ ഉമർ ആ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാനാണ്. മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉമർ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ആരാ ഉമർ? ഉമർ ഫിൽ ജന്ന സാദിഖുൽ മസ്ദൂഖ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിഴമറ്റാത്ത നാവാൽ പറഞ്ഞതാണ്. എന്നിട്ടാണ് പറയുന്നത്, ആ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ എന്ന് എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. ബഹുമാനപ്പെട്ട കുഞ്ഞു സ്ഥാപനങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് അതുതന്നെയാണ്. ഒരിടത്തും ഞാൻ വലിയ ആള് എന്ന രൂപത്തിലില്ല. ഒരു നടക്കുന്ന നേരം മംഗലാപുരത്ത്, അത് ബഹുമാനപ്പെട്ട കുഞ്ചമ്പാറ ഉസ്താദും വിനീതനായ ഞാനുമാണ് ആ പരിപാടിക്ക് പോയിരുന്നത്. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട് ഭക്ഷണം കഴിക്കാൻ. എല്ലാവരും സ്വീകരിക്കുന്നത് നെറ്റിത്തറ തുമ്പിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അപരിചിതനെയും സ്വീകരിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ അവിടെ ഇരുന്നു കുറെ സമയം സംസാരിച്ചു. ബഹുമാനപ്പെട്ടവര് അതിനിടയിൽ പല തമാശകളൊക്കെ പിന്നെ രസകരമായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ ബൈക്കിൽ പോകുന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. പല വലിയ കുട്ടികളും ബൈക്കിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചെന്തോ പ്രശ്നം പറയാനല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ബൈക്ക് ഒന്ന് ഓടി എങ്ങനെയായിട്ട് പോകുന്നത് എനിക്കറിയില്ല. കുതിരനടിച്ചാലോന്നും ഇതിങ്ങനെ ഓടുന്നത് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ വലിയ കുട്ടികൾ ഇങ്ങനെ പറവറക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊന്ന് പറഞ്ഞത് ഓർക്കുന്നു. എന്നിട്ട് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ടവർ
വന്നിരുന്നുണ്ട്. തളിപ്പറമ്പ് ഞങ്ങളുടെ നാട്ടിലെ ഖുവത്തുൽ ഇസ്ലാമിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള പ്രധാനപ്പെട്ട മുദരിസിനെ കൂട്ടത്തിൽ ഒരാൾ അവിടുത്തെ ഭരണവുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലുള്ള തർക്ക പരിഹാരത്തിൽ ഇംഗ്ലീഷിലുള്ള ആധാരം വായിക്കുകയാണ്. ആര്? ഉസ്താദ്, പ്രധാനപ്പെട്ട ഉസ്താദാണ്. ഒരു ഇംഗ്ലീഷ് അറിയുന്ന ഉസ്താദാണ്. ഉസ്താദ് ഇങ്ങനെ ആധാരം ഇംഗ്ലീഷ് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഉസ്താദിന്റെ ഈ അർത്ഥം ഏതോ ഒരു വിഭാഗത്തിന് അനുകൂലവും മറ്റൊരു വിഭാഗത്തിന് പ്രതികൂലവുമാണ്. അന്ന് ഇസ്ലാം പാർട്ടിയും ഈമാൻ പാർട്ടിയും ഉണ്ട്. ഒന്ന് ഇസ്ലാം പാർട്ടി, മറ്റേത് ഈമാൻ പാർട്ടി. ഏതോ ഒരു പാർട്ടിക്ക് ഈ അർത്ഥം വെച്ചത് അനുകൂലമല്ല. പ്രതികൂലമായ പാർട്ടിക്കാരുടെ സദസ്സിന് ഇങ്ങനെ അർത്ഥം വെക്കുന്ന സമയത്ത് സദസ്സിന് ഒരു മൂലക്കിരുന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നമ്മള് കൽബില്ലേ, കൽബ്, ഇബ്നുൽ കൽബ് എന്നതിന്റെ മലയാളം പറഞ്ഞു. നായയെ ചേർത്തിട്ട് ചീത്ത വിളിക്കലുണ്ടല്ലോ, അങ്ങനെ ആ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയോ എന്ന് ഒറ്റ ചോദ്യം. തൊട്ടടുക്കുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്, വേറെ ആരും കേട്ടിട്ടൊന്നുമില്ല. 6 മാസം തികഞ്ഞില്ല. ഇയാള് യുവാവാണ്, അധികം വയസ്സുള്ള ആളല്ല, രോഗബാധിതനായി കിടപ്പിലായിട്ട് ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് കാഞ്ഞങ്ങാട് ഖാദി റളിയല്ലാഹു അൻഹു അവരും അന്ന് ദർസിലുണ്ട്. ബഹുമാനപ്പെട്ട ശിരി ഉസ്താദ് പറയുകയാണ്, ഇയാള് കിടപ്പിലായി മുത്തഅല്ലിമീങ്ങളൊക്കെ കാണാൻ പോകുമ്പോ ഇയാൾ അവസാന നിമിഷത്തിലാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പോൾ ഇയാളെന്താണെന്ന് പറയുന്നതെന്നറിയുമോ? നേരത്തെ ആ പറഞ്ഞ ചീത്തയുണ്ടല്ലോ, അതിങ്ങനെ പറയുകയാണ്, ആവർത്തിച്ച് പറയുകയാണ്. അതിങ്ങനെ പറഞ്ഞങ്ങ് മരിച്ചുപോയി. ഇത് പറഞ്ഞിട്ട് കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് ശരി ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മോനെ ഒരൊറ്റ ആലിമിനെയും ഒരു തരത്തിലും ഇനി അയാൾ എന്ത് തെറ്റു ചെയ്തെന്ന് ഉറപ്പായാലും കുറ്റം പറയരുതേ, ആക്ഷേപിക്കരുതേ, സൂക്ഷിക്കണേ. ഇതാണ് അവരുടെ ഉപദേശം. സുബ്ഹാനല്ലാഹ്. അവരാണ് ഈ പ്രസ്ഥാനത്തെ കടഞ്ഞെടുത്തവരും ഈ പ്രസ്ഥാനത്തെ നെടുനായകത്വം നൽകി ആനയിച്ചു കൊണ്ടുവന്ന് വടവൃക്ഷമാക്കി വലുപ്പത്തിൽ ഇന്ന് പ്രവാസ ലോകത്തും നാട്ടിലുമെല്ലാം ഒരിക്കലും മത്സരിക്കാൻ പോലും കഴിയാത്ത വിധം ഈ പ്രസ്ഥാനം അങ്ങ് വളർന്നതിന്റെ പിന്നിൽ ഈ സാത്വികരായ നേതൃത്വമല്ലയോ, വലിയ ഖാദത്തിന്റെ ഉടമകളായ നേതൃത്വമല്ലയോ? അതുകൊണ്ടല്ലേ അവരൊക്കെ മരിക്കുമ്പോ എന്തൊരു റാഹത്തുള്ള മരണമാണ് വരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശിരിയ ഉസ്താദ് രോഗമായി കിടക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പരിചയത്തിലുള്ള പല മാതൃകളും അവിടെ എത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെ പാടി കൊടുത്തിട്ടുണ്ട്, കയ്യുയർത്തി ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധു കേട്ട് കേട്ട ജീവിതം അങ്ങനെ ഒരു പുഴ ഒഴുകുന്നത് പോലെ, ഒരു ചാറ്റൽ മഴ പെയ്യുന്നത് പോലെ, ഒരു മന്ദമാരുതനിങ്ങനെ അലയടിക്കുന്നത് പോലെ അങ്ങനെ അല്ലാഹുവിലേക്ക് മടങ്ങിയില്ലേ, വലിയ വിശിഷ്ടമായ മരണം വരിച്ചില്ലേ. ബഹുമാനപ്പെട്ട ശിരിയ ഉസ്താദും ഞങ്ങളുടെ നാട്ടിലുള്ള വലിയ ശൈഖ് സൂഫി വൈദ്യർ നെരിക്കൂർ ഉസ്താദ് അവர்கள் അല്ലാഹു ദറജനേറ്റി കൊടുക്കട്ടെ, അവരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകട്ടെ. വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു. ഇവര് രണ്ടുപേരുള്ള ബന്ധം എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെയുള്ള ആ ഒരു പെരുമാറ്റവും അവരൊക്കെ വേറെ തന്നെ ഒരു ലോകത്താണ്. ചിത്താരി ഉസ്താദ് വരും, അപ്പൊ ശിരിയ ഉസ്താദ് വരും, നെരിക്കൂർ ഉസ്താദ് സംസാരിക്കും. ഇവരൊക്കെ വല്ലാത്തൊരു ലോകത്തുള്ള ജീവിതമാണ്. ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദും ശിരിയ ഉസ്താദും ഒക്കെ നെരിക്കൂർ ഉസ്താദിന്റെ അടുക്കൽ വരുമ്പോൾ അനുഭവങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നെരിക്കൂർ ഉസ്താദ് ഈ ആലിമീങ്ങളൊക്കെ വരുമ്പോൾ കാണിക്കുന്ന ആദബ് കാണേണ്ടത് തന്നെയാണ്. ഇന്ന് പലരും ശിഖന്മാരായി ചമയുന്നു. ആലിമീങ്ങളെ കുറ്റം പറയാൻ ലക്ഷങ്ങൾ മുടക്കി മൈക്ക് കെട്ടുന്നവർ, എന്നാൽ ശരിയായ സൂഫിവര്യന്മാര് ആലിമീങ്ങളെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിച്ചവരാണ്. സുൽത്താനുൽ ഉലമ വരുമ്പോ വേദിയുടെ ഒരു ഓരത്തേക്ക് മാറി നിൽക്കുന്നു. ശിരിയ ഉസ്താദ് വരുമ്പോ വേദിയുടെ ഓരത്തേക്ക് മാറി നിൽക്കുന്നു. എം.എ. ഉസ്താദ് വരുമ്പോ വേദിയുടെ ഓരത്തേക്ക് മാറി നിൽക്കുന്നു. ചിത്താരി ഉസ്താദ് വരുമ്പോ വേദിയുടെ ഓരത്തേക്ക് മാറി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി അവരും മരിച്ചത് എങ്ങനെയാണ്? വലിയ
മരണമല്ലേ. റമദാൻ 11-നാണ് വഫാത്താകുന്ന ഇരിക്കോട് ഉസ്താദ് അവറുകൾ നോമ്പുകാരനായി ദുഹർ ജമാഅത്തോടെ നിസ്കരിച്ച് സ്വന്തം പള്ളിയിൽ വെച്ച് ദുഹർ ജമാഅത്തായി നിസ്കരിച്ച് ജലാലിയ റാത്തീബിന് നേതൃത്വം കൊടുത്തുകൊണ്ട് യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗം യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം ദിക്റുൽ മരിച്ചില്ലേ. ഈ മരണമാണ് നമുക്കും വേണ്ടത്. നമ്മുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ ഉലമാക്കൾ കാണിച്ചു തന്ന പാതയിൽ ഇങ്ങനെ ഉറച്ചു നീങ്ങണം. മദ്ഹുകൾ ഇങ്ങനെ കേൾക്കണം, ഇഷ്കിലായി വളരണം. ഈ ഉലമാക്കളിൽ ഫാത്തിഹയും യാസീനും ഓതണം. അവരുടെ അനുസ്മരണ കുറിപ്പുകൾ എവിടെ കണ്ടാലും വായിക്കണം. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. പുഞ്ചിരിക്കാൻ പഠിക്കണം. സ്വഭാവം ശീലിക്കണം. നല്ല സംസാരത്തിന്റെ ഉടമകളാകണം. അങ്ങനെ എല്ലാത്തിലും അവസാനം മരിക്കുന്ന നേരത്ത് ഈ ഉലമാഇന്റെ വലിയ പുണ്യം, ആ പുണ്യത്തിന്റെ ഒരു തണലെങ്കിലും വെട്ടി മരിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടത് എന്താണെന്ന് അറിയുമോ? അവര് വഫാത്തായി പോയി എന്നല്ല, നമുക്ക് അവരോടുള്ള സഹവാസം അർപ്പിക്കാൻ കഴിയണം. നാട്ടിലെത്തിയാല് ചെല്ലണം, അവിടെ സിയാറത്ത് ചെയ്യണം, സംസാരിക്കണം, അവരോട് സ്ഥാപനം സ്നേഹിക്കണം. അത് നമ്മുടെ അജണ്ടയാവണം. ശരിയ ഉസ്താദ് മനസ്സിലുള്ള ഓരോരുത്തരും എന്നത് ഒരു വികാരമാക്കി ഉള്ളിൽ കൊണ്ട് നടക്കണം. അതിനുവേണ്ടി എന്ത് തടിയാലും മുതലാലും എന്തു ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഒത്താശ ചെയ്യണം. നടക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ നിന്ന് ലൈവ് മൊത്തം കാണണം. അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ആ ലൈവില് ഓരോ അനുഭവസ്ഥലത്ത് ഇങ്ങനെ പ്രസംഗിക്കും. ഇതുപോലൊന്നല്ല, നല്ല പ്രസംഗങ്ങൾ, അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോ അതൊക്കെ കേൾക്കണം. കണ്ണീരണിയേണ്ടടത്ത് കവിൾത്തടത്തിൽ കണ്ണുനീർ തുള്ളികൾ തട്ടിത്തെറിക്കണം. എന്നിട്ട് ശരി ഉസ്താദിനോട് പറയണം, ഇന്നി ഉഹിബ്ബുക യാ ഉസ്താദ്, വലിയ ഇഷ്ടമാണ്, ആഖിറത്തിൽ രക്ഷയുണ്ടാവണം എന്ന് അപേക്ഷിക്കണം. അങ്ങനെ ബന്ധങ്ങൾ കൂട്ടിയുറപ്പിച്ചു മുന്നോട്ട് പോകണം. എന്ന സ്ഥാപനം വളർന്നുകൊണ്ടേയിരിക്കണം. അതിന്റെ ഒരു കൂട്ടായ്മയാണിത്. എല്ലാ അർത്ഥത്തിലും ശക്തി പകരണം. അൽഐനിലുള്ള എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ പ്രവർത്തകരും നേതാക്കളും ഒരു പ്രധാന അജണ്ടയാക്കണം. അനുഭവിക്കുന്നവർ അങ്ങനെ അവരുടെ സംരംഭങ്ങൾ, അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ പദ്ധതികളാണ്. വിജയിപ്പിച്ച് ആഹത്താക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവ പ്രവർത്തകർ ലത്തീഫി എന്ന ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന പലരുടെ കൂട്ടത്തിലുണ്ട്. യാത്രയിലും കൂടെ ഉണ്ടായിരുന്നു, വീട്ടിലും ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെയും ഉണ്ട്. അവരൊക്കെ നമ്മളോട് കാര്യങ്ങൾ അവതരിപ്പിക്കും. ബഹുമാനപ്പെട്ട ശിവ ഉസ്താദിന്റെ മക്കളുണ്ട് ഇവിടെ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശറഫുള്ള മക്കൾ, ശറഫുള്ള വാപ്പയുടെ ശറഫുള്ള മക്കൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഖിനയും തഖ്വയും ഈമാനും ഏറ്റിയേറ്റു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാത്തിനും ഹൃദയത്തിലേക്ക് ആ സ്ഥാപനത്തെ, അതിന്റെ ആശയത്തെ ഏറ്റുപിടിക്കാൻ സാധിക്കണം. അതിന്റെ സ്നേഹത്താൽ നമ്മൾ ഇങ്ങനെ തരളിതരായി ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.